വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ സ്കൂളിൽ വണ്ടിയോട് പോകണം അമ്മ. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നിട്ട് പറയാൻ ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ അപ്പാപ്പ മരിച്ചിരുന്ന 1 വർഷമായി. അപ്പോൾ അതിൻ്റെ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി വന്നു. പിന്നെ എനിക്ക് ഇന്ന് ആനിവേഴ്സറി ആണ് ഗൈസ് സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ട്. ഞാനും അമ്മയും കൂടെയാണ് പോണേ. അമ്മച്ചിക്കൊന്നും വരാൻ പറ്റില്ല, കാരണം അമ്മച്ചി അവിടെ അപ്പാപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെയും പരിപാടി ഉണ്ട്. പക്ഷെ എനിക്ക് ആനിവേഴ്സറിക്ക് പോയാൽ പറ്റാതെ കാരണമാണ് ഞാൻ പോണത്. ഇനി ചിലപ്പോൾ ആനിവേഴ്സറി കഴിഞ്ഞ് ഞാൻ അവിടേക്ക് പോകും. ഞങ്ങൾക്ക് സ്കൂളിൽ പോയി ഡ്രസ്സ് മാറണം. ഇതല്ല ഡ്രസ്സ്, വേറെ ഡ്രസ്സാണ്. അപ്പം നമുക്ക് ഇവരെ ഡാൻസ് പക്ഷെ കോപ്പിറൈറ്റ് അടിക്കും. നോക്കാം, ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ശരി, അപ്പോൾ പോവാമാ. ഇങ്ങോട്ട് നോക്കൂ. അയ്യോ ശിവാനി, ഏറ്റവും ബഹുമാനിയായ അധ്യക്ഷ, പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിനി പ്രദീപ് കുമാർ, സ്വാഗതം പറഞ്ഞ ഇവിടുത്തെ. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ സ്കൂളിലെത്തി. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ 63ാമത്തെ വാർഷികാഘോഷമാണ് കേട്ടോ. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ കൂടെ ചെറിയൊരു വിഷമം കൂടി ഉണ്ട്. ഞങ്ങളുടെ HM റിട്ടയർഡ് ആവാണ്. അപ്പോൾ അതിൻ്റെ യാത്രയപ്പും കൂടി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഡാൻസ് കളിക്കണ്ടെന്ന്, കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആദിലക്ഷ്മി. അപ്പോൾ അവൾക്ക് പനിയായിട്ട് അവൾ ഒരാഴ്ച ഈ സ്കൂളിലേക്ക് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കളിക്കണ്ടെന്ന്. പക്ഷെ ടീച്ചറൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. ടീച്ചർ പറഞ്ഞു കളിക്കി, നിങ്ങൾ മക്കളൊന്ന് കളിക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ അവസാനത്തെ വർഷമാണല്ലോ ഇത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലാസ്റ്റത്തെ ആനുവൽ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കളിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ അവസാന വർഷമാണ് ഇത്. ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഗൈസ് എൻ്റെ സ്കൂള്, കാരണം ഞാൻ LKG തൊട്ട് ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ എൻ്റെ മമ്മ പറയാറുണ്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സ്കൂൾ ഡേയ്സ് ആണ്. മമ്മ മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല, കാരണം എനിക്ക് സ്കൂളിലേക്കൊക്കെ വരാൻ ചെറിയ മടിയൊക്കെയാണ്. പക്ഷെ ഇപ്പൊ 10ാം ക്ലാസ് ഇപ്പൊ തീരാറായപ്പോഴാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. എനിക്ക് അതിന്റെ വിഷമം ഇനിയുള്ള ഓരോ ദിവസവും എനിക്ക് നല്ല വാല്യൂ ആയിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയ വിഷമം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യും, കാരണം 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ വഴിക്ക് പോകും. പിന്നെ എത്രയൊക്കെ 10th കഴിഞ്ഞ് കോണ്ടാക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാലും ഇപ്പൊ ഉള്ള ആ ഒരു കൂട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ എനിക്ക് അത് ആലോചിക്കുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ സെഡ് ആക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് ആനുവൽ ഡേ കാണാം. ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു സ്കിറ്റോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്കിറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം പഴമയും പുതുമയായിരുന്നു അതിന്റെ സബ്ജക്ട്. ഏകദേശം 200ഓളം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു, ഡാൻസുകൾ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. Okay.
ഡാൻസ് ആവാറായി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ഇതാണ് ഗൈസ്, ഒരു ടീഷർട്ടും ബാഗും അത്രേ ഉള്ളൂ ഗൈസ്, സിമ്പിളായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എൻ്റെ ഡാൻസ് ഇതിനകത്ത് ഇടാൻ പറ്റില്ല ഗൈസ്, കാരണം കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ ഗൈസ് ഇതിൻ്റെ ക്ലാസ്സിലത്തെ ചങ്കുകളാണ് ഗൈസ്, ആദ്യമേ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ബാലു, അതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് തോമസ്. ഗൈസ് ഇവന്മാർ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് ഗൈസ്, അപ്പോഴേക്കും മുഖം മുത്തും. പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പായപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ അപ്പുറത്തൊരു ബേക്കറി ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടല്ലേ? എന്താണ്? അങ്ങനെ ഉച്ച കഴിഞ്ഞ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർമാരുടെ ആയിരുന്നു ഗൈസ്. അവരുടെ എനർജീന്റെ മുമ്പിൽ ഒന്നുമല്ല ഗൈസ്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് കാണാൻ. പിന്നെ എനിക്ക് ഈ ഡാൻസ് ഫുള്ളായിട്ട് ഇടണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് അടിക്കുന്ന കാരണം അത് പറ്റില്ല ഗൈസ്. പിന്നെ നമ്മുടെ അന്നമ്മയുടെ ഡാൻസ് ആയിരുന്നു, അത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കും. ഫ്രം ചെയിൻ എ. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിച്ചണിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അല്ലാതെ വേറെ മ്യൂസിക് പോലെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ആകെ കിതച്ചു ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ടീച്ചർ ജ്യൂസൊക്കെ വാങ്ങി തന്നു. പിന്നെ നമ്മളൊരു സെലിബ്രിറ്റീസിനെ കണ്ടു ഗൈസ്. ഇവിടെ വേറെ ആരുമല്ല, നമ്മുടെ താടിയും പൊട്ടുന്ന പറയുന്ന യൂട്യൂബ് ചാനലിലത്തെ ആന്റീനും അങ്കിളിന്റെയും പിന്നെ ചേട്ടനും പിന്നെ അവരുടെ ഉണ്ണി ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് സംസാരിച്ചു.
അപ്പോൾ ഇനിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. കാരണം അമ്മച്ചിയുടെ അപ്പച്ചൻ മരിച്ചിട്ട് 1 കൊല്ലമായി. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ബിരിയാണിയാണ് ഗൈസ്. അപ്പം ഇനി ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കണം. ബേബി ഒന്നും കൂടെ നോക്കൂ. എന്താണ് ഇവിടെ സൂചിയറാ? ആർക്കെങ്കിലും എന്നെ മിസ് ചെയ്തു. ശിങ്കാരി മേളം അച്ചു മാളുദേ ബിരിയാണി ചൂടാറിണ്ടാവൂല ബിരിയാണി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് നേരെ വൈകിട്ട് എത്തിയെന്ന്. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാജിജി വന്നത്. അപ്പൊ വാജിജിനെ പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. കാരണം വാജിജി നേഴ്സ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ട്. പാവം. 5 മിനിറ്റ് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ വീട്ടിൽ പോവാണ്. എല്ലാരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പിന്നെ പോകുമ്പോ ഭയങ്കര ഒരു വിഷമാണ് ഗൈസ്. ഫോണിന്റെ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാണ്. ഫോണിന്റെ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യണ രണ്ടും ഒരേ ഫോൺ. എന്താ വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഫോണിന്റെ വേറെ ഏതാണ് 25 എന്നിട്ട് ഫേപ്പിച്ചേട്ടാ അൾട്രാ മമ്മയുടെ പ്രോ ആണ്. ഗൈസ് അപ്പൊ എല്ലാവരും പറഞ്ഞു കുഞ്ഞാമീനെ അധികം കാണിക്കണില്ല വീഡിയോയിലെന്ന്. അപ്പൊ കുഞ്ഞാമി ഇതേ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് ഞങ്ങളുടെ കുക്കു. കുക്കു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. എവിടെ കണ്ട അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ.